രാവിലെ തന്നെ അമ്മയും മോനോടി കഥയൊക്കെ പറഞ്ഞു പോകുന്ന ഷോപ്പിലേക്കാണ്. രാവിലെ കേക്ക് കൊടുക്കാൻ പോകുമ്പം കേക്കിൻ്റെ സാധനങ്ങൾ എടുക്കാൻ മറന്നു പോയിട്ടോ, അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് 15 മിനിറ്റ് ദൂരെയുള്ളേ. എന്നാലും രാവിലെ ഒരു തവണ പോയതുകൊണ്ട് വീണ്ടും പോകാൻ മടിയായിട്ട് ഹസ്ബൻഡ് എന്നോട് പകുതി വരെ എത്തിച്ചേരുവെച്ചപ്പം ഓക്കെ പറ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വീണ്ടും വീട്ടിലേക്ക് പോയി കേക്കൊക്കെ ചെയ്തു. ഈവനിങ് ആണ് കേട്ടോ പിന്നെ ഷോപ്പിലേക്ക് പോകുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. 3 ടയറും 2 ടയറും 5 kg റെക്ടാങ്കിളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റും. ഇതിൻ്റെ സ്പേസ് കണ്ടിട്ട് നമുക്ക് ഒരുപാട് കമൻറ്റൊക്കെ വരാനുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയാൽ അടുത്ത പണിയാണ് കേക്കിലൊക്കെ മാറ്റർ എഴുതി വെക്കുകയെന്നുണ്ടോ. ക്രീം കൊണ്ടാണ് എഴുതുന്നത്. ഷോപ്പ് തുടങ്ങിയതിന് ശേഷമാണ് ക്രീം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതുവരെ ഫോണ്ടന്റ് കട്ടേഴ്സ് വെച്ചിട്ടാണ് നെയിമൊക്കെ വെക്കാറുള്ളത്. ക്രീം കൊണ്ട് എഴുതിയാൽ നന്നാവില്ല എന്നാണ് ഞാൻ കരുതി. പിന്നെ എഴുതി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹസ്ബൻഡ് എന്നോ പറയുന്നുണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്യും, നന്നാവും. ഇപ്പം ഏട്ടനും എഴുതാറുണ്ട് കേട്ടോ നെയിമൊക്കെ. ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ, നന്നാവില്ല എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കും. ബാക്കിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്തു തുടങ്ങിയാണ് നമ്മളിതാ ക്രീം കൊണ്ടുള്ള ഈ ഒരു എഴുത്തും. അങ്ങനെ ഓരോ കേക്കിലും നെയിമൊക്കെ എഴുതി ഡെലിവറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആളിതാ അവിടുന്ന് ഓരോ ബലൂണൊക്കെ എടുത്ത് ഇങ്ങനെ വീർപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ബോക്സ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മോനാണ് കേട്ടോ വിപ്പിംഗ് ക്രീമൊക്കെ എടുത്ത് ഫ്രീസറിലേ വെക്കുന്നത്. അവൻ എടുത്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്രീസറിലുള്ള ഐസ് ഇതാ കൈകൊണ്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഐസ് ഇതേപോലെ കയ്യിലാക്കി പിടിക്കാൻ. ഞങ്ങൾ സമ്മതിക്കാറില്ലേ ഫ്രീസർ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടിയ ചാൻസിന് അവനിതാ ഇതേപോലെ എടുത്തിട്ട് നല്ല സന്തോഷമാണ് കേട്ടോ അവന്. ഈവനിങ് മോള് വന്നതിന് ശേഷം ഞങ്ങൾ പോകാൻ നോക്കുമ്പോൾ പുറമെ നല്ല മഴയായിരുന്നു കേട്ടോ. പുറത്തിറങ്ങാൻ പറ്റാത്ത നല്ല മഴയാണ്. ഞങ്ങൾ അവിടെ നിന്ന് മഴ ചോർച്ചയൊക്കെ വന്നതിന് ശേഷമാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാം.